അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ്. നമ്മുടെ മുന്നിലെ എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുന്നതിന് നമുക്ക് ഇനിയൊരു മാർഗമില്ല, ഇനി ആരും രക്ഷിക്കാൻ തന്നെ നമ്മുടെ അടുത്ത് വരാനില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും നമ്മളെ രക്ഷപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ വാതിലുകളും അടയുന്ന ഒരു സമയത്ത് ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഒരു വഴിയെങ്കിലും തെളിഞ്ഞു കാണാതിരിക്കില്ല. അങ്ങനെയുള്ള ഒരു ദുആയിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. റബ്ബന ആതിന മിൻ ലദുങ്ക റഹ്മത്തൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദ. ഈ ചെറിയൊരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ദിക്ർ ചൊല്ലുക. ദിവസവും ചൊല്ലിയാൽ അത്യുത്തമമാണ്. അതുപോലെ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട്, നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. ആ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങളെ സഹായിക്കുമെന്ന് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ മുറുകെ പിടിക്കുക. വളരെയധികം ആത്മാർത്ഥമായി തന്നെ ദുആ ചെയ്യുക. ഇതുപോലെ തന്നെ അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ നിസ്കരിക്കാത്തവർക്ക് ഖിയാമത്ത് നാളിൽ കിട്ടുന്ന ശിക്ഷകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റ് പറ്റിയാൽ നിങ്ങളെല്ലാം ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അതിന് എന്ത് ചെയ്യാം, മതം മാറിയാൽ പോരെ എന്ന്. ഈ ആളുകൾ, അതായത് എല്ലാ ആളുകൾക്കും വളരെയധികം ശങ്കയും ആശങ്കയും വളരെയധികം ഉള്ള ഒരു ആളുകളാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, വളരെയധികം അള്ളാഹു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് വളരെയധികം സത്യം നിറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു മതമാണ്. നമ്മുടെ ഈ ഖുർആനിലും, പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനയിലൂടെ അല്ലാതെ, ആ ദുആയിലൂടെ അല്ലാതെ നമുക്ക് ഒരിക്കലും ശമനം കിട്ടുകയില്ല. അതുകൊണ്ട് ഈ വക കമന്റുകൾ ഇടുന്നതിന് മുൻപ് നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മൾ ഫർള് നമസ്കരിക്കുക കൃത്യമായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ, ദുആകളാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും നമ്മൾ ആരും കയ്യിന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പറയുന്ന ദുആകളോ ദിക്റുകളോ അല്ലെങ്കിൽ ഒരു വേറെ കാര്യങ്ങളോ അല്ല. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് അതൊരു പരീക്ഷണമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ പറയുന്ന ആ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് നീ നല്ല അറിവും ബോധവും ബുദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ വിശ്വസിക്കുവാനും അള്ളാഹുവിനെ വിശ്വസിക്കുവാനും നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നബിയെ വിശ്വസിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അതിനുള്ള വിവരവും ബുദ്ധിയും ബോധവും അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ദിക്ർ ചൊല്ലാൻ മറക്കരുത്. അസ്സലാമു